മലബാർ സഭയിൽ ദൈവം ഉദിപ്പിച്ച അത്ഭുത നക്ഷത്രം. ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ. ലോകമെങ്ങും പ്രശസ്തമായ ഈ പേര് കേൾക്കാത്തവരായി കേരളക്കരയിൽ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവിടുത്തെ കൃപയാൽ സവിശേഷമായി തെരഞ്ഞെടുത്ത ഒരു ഗുരുവും പ്രവാചകനുമാണ് ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മഹാശുശ്രൂഷകനെന്ന് സമകാലീനർ വാഴ്ത്തുമ്പോഴും അരനൂറ്റാണ്ടിലേറെയായി തന്നിലൂടെയും സഹശുശ്രൂഷകരിലൂടെയും നടക്കുന്ന അത്ഭുതകരമായ സംഭവങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹായെ പോലെ ദൈവത്തിന്റെ കൃപ എന്നെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കി എന്നാകും അദ്ദേഹത്തിന് പറയാനുള്ളത്. തനിക്ക് സംഭവിച്ചവയെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമാക്കുന്നവനിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിലും എപ്പോഴും അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രോഗവും തകർച്ചയുമായി സാന്ത്വനം തേടി തന്റെ അടുക്കൽ എത്തുന്നവരോട് അത് മാറ്റിത്തരാമെന്നല്ല, അവയോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുവാനും അനേകരുടെ മാനസാന്തരത്തിനും സൗഖ്യത്തിനും പരിശുദ്ധാത്മ നിറവിനുമായി ഈശോയുടെ ബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർത്ത് സഹനങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുവാനും ഉപദേശിക്കുന്ന അച്ഛനിലൂടെയുള്ള ദൈവാത്മാവിന്റെ ചലനത്തിലൂടെ അനേകരാണ് സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും അനുഭവങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കത്തോലിക്ക സഭയിലെ ധ്യാനങ്ങൾ ക്രൈസ്തവർക്ക് മാത്രമുള്ളതായിരുന്ന ഒരു കാലത്ത് അക്രൈസ്തവർക്കായി കൂടി വാതിൽ തുറന്നു കൊടുക്കുവാൻ നേതൃത്വം കൊടുത്തത് നായ്ക്കമ്പറമ്പിൽ അച്ഛനാണ്. അക്രൈസ്തവരെ യേശുവിലേക്കും ക്രൈസ്തവരെ സഭയിലേക്കും കൂദാശകളിലേക്കും നയിക്കുവാൻ അദ്ദേഹം പ്രേരണയായി. വിശുദ്ധ കുർബാനയുടെയും കൂദാശകളുടെയും യാന്ത്രിക അനുഷ്ഠാനത്തിൽ തൃപ്തരായിരുന്ന ശരാശരി വിശ്വാസികളെ പുതിയ ദൈവാനുഭവത്തിന് സജ്ജരാക്കിയതും ഈ അഭിഷിക്ത വൈദികന്റെ ദൈവരാജ്യ ദർശനങ്ങൾ തന്നെയായിരുന്നു. 4 പതിറ്റാണ്ടുകാലം നായ്ക്കമ്പറമ്പിൽ അച്ഛനോടൊപ്പം സുവിശേഷ പ്രവർത്തനം നടത്തിയ ഹാർവാർഡിൽ നിന്നും നിയമബിരുദം നേടിയ പ്രശസ്ത അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് എം മാത്യു ഇങ്ങനെ എഴുതി: നമ്മുടെ തലമുറയിൽ ദൈവം നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രവാചകനാണ് നായ്ക്കമ്പറമ്പിൽ അച്ഛൻ. അച്ഛനോട് ദൈവം നേരിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമാണ്. അച്ഛന് ലഭിക്കുന്ന സന്ദേശങ്ങൾ ശരിയോ എന്നതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഭാവിയിൽ നടക്കാനിരിക്കുന്നത് മുൻകൂട്ടി പറയുന്നതല്ല, ബൈബിളിലെ അർത്ഥത്തിൽ പ്രവചനം. പിന്നെയോ ദൈവഹിതം എന്തെന്ന് ഇന്ന് വ്യക്തമാക്കുന്നതും ഭാവിയിലേക്ക് സ്വീകരിക്കേണ്ട ശരിയായ പാത പറഞ്ഞു കൊടുക്കുന്നതുമാണ്. ഭാവിയിൽ നടക്കാനിരിക്കുന്നത് പറയുന്ന ആൾ ഭാവിയെക്കുറിച്ചുള്ള മറമാറ്റാനുള്ള മനസ്സിന്റെ ജിജ്ഞാസയാണ് ശമിപ്പിക്കുന്നത്. പ്രവാചകനാകട്ടെ മനസ്സിന്റെയും യുക്തിയുടെയും അന്ധതയോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സമകാലീനമായി നടപ്പാക്കേണ്ട ദൈവ തിരുഹിതത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ബെനഡിക്ട് പാപ്പ പ്രവാചകനെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ കാലഘട്ടത്തിന് ദൈവം നൽകിയ പ്രവാചകനായ നായ്ക്കമ്പറമ്പിൽ അച്ഛനിലൂടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാക്കാൽ മാത്രമല്ല, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മ ശക്തിയാലും നടത്തപ്പെടേണ്ടതാണ് വചന പ്രഘോഷണമെന്ന് 20 നൂറ്റാണ്ടുകാലത്തെ വിശ്വാസ പാരമ്പര്യമുള്ള ഒരു സഭയെ ഓർമ്മിപ്പിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപകരണമാക്കി. ആ അനുഭവത്തിൽ പങ്കുകാരായവർ അദ്ദേഹത്തെക്കാൾ തീക്ഷ്ണതയോടെ ലോകത്തിന്റെ 4 അതിരുകളിലേക്കും പ്രവഹിക്കുന്നതിന് നിമിത്തമായി. അങ്ങനെ കാലഘട്ടത്തിന്റെ പ്രകാശമായി മാറിയ ഒരു ഇരുളിനും കീഴടക്കാനാവാത്ത അദ്ദേഹത്തിന്റെ നക്ഷത്ര പ്രഭയിലാണ് കേരളത്തിലെ മിക്കവാറും വചനപ്രഘോഷകരെല്ലാം പിറന്നത്. നായ്ക്കമ്പറമ്പിൽ അച്ഛന്റെ വാക്കുകളിൽ നിന്നും ജീവിത മാതൃകയിൽ നിന്നുമാണ് അവർ ആവേശം സ്വീകരിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇത് കർത്താവിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. മനുഷ്യരുടെ കണ്ണുകൾക്ക് വിസ്മയമായി മാറിയ അത്ഭുത പരമ്പരകൾ അദ്ദേഹത്തിലൂടെ ആ ആത്മീയ ശൃംഖലയിൽ ആരംഭം കുറിച്ചു. ക്രമേണ വചനപ്രഘോഷകരുടെ പിതൃതുല്യനായ ഗുരുവായി ക്രൈസ്തവ ലോകം അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയതിന് പിന്നിൽ വലിയ വില കൊടുക്കലിന്റെയും സമർപ്പണത്തിന്റെയും വിശ്വസ്തതയുടെയും
തോരാത്ത വിയർപ്പിന്റെയും ഒരു ചരിത്രമുണ്ട്. പാലാ രൂപതയിലെ പിറവിത്താനത്ത് 1947 മാർച്ച് 14 ജനിച്ച് മലബാറിലെ കോടഞ്ചേരിയിലേക്ക് കുടിയേറിയ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്നും വിൻസേഷൻ സഭയിലൂടെ കർത്താവിന്റെ അഭിഷിക്തനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് മാത്യു അച്ഛൻ. വിൻസേഷൻ സഭയിൽ ചേർന്ന അച്ഛൻ പ്രീ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഇങ്ങനെയുള്ള 48 കുട്ടികൾക്ക് ഡിഗ്രിക്ക് സർക്കാർ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സുപ്പീരിയർ ജനറൽ അച്ഛനെ BSc വിട്ടു. എറണാകുളം സെന്റ് ആൽബർട്ട്സിൽ ചേർന്നു. ഉയർന്ന മാർക്കോടെ BSc പാസ്സായി. 1966 BSc പഠിക്കുമ്പോൾ മാത്യു അച്ഛന് ആദ്യത്തെ സുവിശേഷ ദൈവാനുഭവം ഉണ്ടായി. 1966 ജൂലൈ 3 വൈകുന്നേരം 7 മുതലുള്ള വ്യക്തിപരമായ പ്രാർത്ഥന നടക്കുകയായിരുന്നു. 8 ആശ്രമത്തിൽ സമൂഹ ജപമാലയുണ്ട്. അതിനു മുമ്പായിരുന്നു പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ ഒരു സ്വരം കേട്ടു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പൂർണ്ണത ലഭിക്കുമെന്നാണ് ആ സന്ദേശത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുവാൻ 3 വർഷമെടുത്തു. ചോദിക്കുവിൻ, നിനക്ക് ലഭിക്കുമെന്ന് ഏകവചനത്തിലല്ല, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബഹുവചനത്തിലാണ് സന്ദേശമെന്നതും തിരിച്ചറിഞ്ഞു. വളരെ മധുരമുള്ള സ്നേഹാദ്രമായ ഒരു മന്ത്രണം പോലെയാണ് ആ ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ പതിച്ചത്. മലയാളത്തിലായിരുന്നു ദൈവം സംസാരിച്ചത്. 1-2 വർഷം കഴിഞ്ഞാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന തിരുവചനങ്ങളുടെ സംഗ്രഹമാണിതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. 1969 സെപ്റ്റംബറിലായിരുന്നു അടുത്ത സംഭവം. ഒരു ദിവസം പുലർച്ചെ 5:40 മുട്ടിൽ നിന്ന് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്നും വായിക്കുകയായിരുന്നു. അതിലുണ്ടായിരുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ ശരണം എന്ന വാക്ക് അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ അദ്ദേഹത്തിൽ നിറഞ്ഞു. തുടർന്ന് അച്ഛൻ ഒരു വലിയ പ്രകാശ വലയം കാണുകയും പൂർണ്ണചന്ദ്രന്റെ ആകൃതിയിലുള്ള ഒരു പ്രകാശഗോളം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് നിറയുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു. ഏതാണ്ട് 15 മിനിറ്റോളം അനുഭവം നീണ്ടു നിന്നു. ദൈവസ്നേഹം കൊണ്ട് നിറയുന്നതായും ദൈവിക പ്രകാശത്തിലും സ്നേഹത്തിലും തന്റെ അന്തരംഗം വിശുദ്ധീകരിക്കപ്പെടുന്നതായും അച്ഛന് മനസ്സിലായി. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദർശനം. തുടർന്നുള്ള 6 മാസങ്ങൾക്കിടയിൽ 6 തവണ ഈ അനുഭവം ആവർത്തിക്കപ്പെട്ടു. ഇതിലൂടെ അദ്ദേഹം ആന്തരികമായി സുഖപ്പെടുകയും രൂപാന്തരപ്പെടുകയുമായിരുന്നു. ഈ രൂപാന്തരീകരണത്തിൽ നിന്നുമാണ് മാത്യു അച്ഛൻ രൂപം കൊണ്ടത്. അദ്ദേഹത്തെയാണ് ആദ്യം കേരള സഭയും പിന്നീട് ആഗോള സഭയും അനുഭവിച്ച പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പൂക്കാലത്തിന് ദൈവം നിമിത്തമാക്കിയത്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തും ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ചൈനയിലുമടക്കം മിക്കവാറും രാജ്യങ്ങളിലും ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയുമായി കടന്നു ചെല്ലുവാൻ ദൈവം അച്ഛനെ ഉപയോഗിച്ചു. എടുത്തു പറയത്തക്ക മിടുക്കുകളോ ആകർഷണങ്ങളോ ഇല്ലാതിരുന്ന തന്റെ ദാസനെ ദൈവം തന്റെ സുവിശേഷ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. അവിടുന്ന് അച്ഛന്റെ നാവിൽ തന്റെ വചനത്തിന്റെ അഗ്നി നിക്ഷേപിച്ചു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ദൈവം അദ്ദേഹത്തെ അവരോധിച്ചു എന്നത് കാലഘട്ടത്തിന്റെ അനുഭവമായി ചരിത്രം കുറിച്ചു. 1960കളുടെ അവസാനത്തിൽ അമേരിക്കയിൽ ആരംഭിച്ച കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ആരംഭകാലത്ത് തന്നെ കേരളത്തിലെത്തിയെങ്കിലും അത് വളരെ ചെറിയ സംഘങ്ങളുടെ അനുഭവമായി മാത്രം നിലനിൽക്കുകയായിരുന്നു. ആ അത്ഭുത ശുശ്രൂഷയെ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അനുഭവമാക്കി മാറ്റാൻ ദൈവം ഉപയോഗിച്ചത് നായ്ക്കമ്പറമ്പിൽ അച്ഛനെയായിരുന്നു. ഡിവൈനിൽ ഓരോ ആഴ്ചയും 250 മുതൽ 300 പേർ വരെയൊക്കെ ധ്യാനത്തിന് വന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും പകച്ചുപോയി. എങ്കിലും മാത്യു അച്ഛന് വിസ്മയം തെല്ലുമുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നത് 5000 പേർക്ക് താമസിക്കുവാൻ സൗകര്യം തരണേ എന്നായിരുന്നു. കാലക്രമേണ ഡിവൈനിൽ 20,000 പേരൊക്കെ ധ്യാനിക്കുവാൻ വന്ന ആഴ്ചകളുണ്ടായി. ധ്യാനക്കാരുടെ അത്യാവശ്യങ്ങൾ കൂടി. കുടിവെള്ളം തന്നെയായിരുന്നു ഒന്നാമത്തെ പ്രശ്നം.
5-6 കിണർ കുത്തിനോക്കിയെങ്കിലും വെള്ളം മതിയാകാതെ വന്നു. ഒരു ദിവസം നായ്ക്കമ്പറമ്പിലച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമ്മൾ കുത്താത്ത കിണറ്റിൽ നിന്നും ദൈവം നമുക്ക് വെള്ളം തരുന്നു. ആ പ്രവചന സഫലീകരണം എന്നോണം ചാലക്കുടി പുഴയിൽ നിന്നുമാണ് ഇന്ന് ഡിവൈൻ വെള്ളമെടുക്കുന്നത്. അതായത് നമ്മൾ കുത്താത്ത കിണറ്റിൽ നിന്നും. പോപ്പുലർ മിഷന് പുതിയ മുഖം കൊണ്ടുവരാനും പോട്ട ശുശ്രൂഷകളുടെ നവീകരണത്തിനും അതിലൂടെ ഡിവൈൻ ശുശ്രൂഷകളുടെ ജനനത്തിന് നിമിത്തമാകുവാനും നിയോഗിക്കപ്പെട്ടെടുത്താണ് നായ്ക്കമ്പറമ്പിലച്ഛൻ എന്ന മഹാപ്രേഷിതന്റെ രൂപാന്തരീകരണം വെളിവാക്കപ്പെട്ടത്. വിൻസേഷൻ സഭ വചനപ്രഘോഷണത്തിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരാകണമെന്ന് 1972 ഫാദർ ജോർജ് കമ്മിറ്റലിന്റെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതി തീരുമാനിച്ചു. അതിനുള്ള കേന്ദ്രമായി 1977 പോട്ട ആശ്രമത്തെ നിശ്ചയിച്ചു. പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് മങ്ങിപ്പോകുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് ഒരു ഫോളോ പ്രോഗ്രാം വേണമെന്നായി. അതിന് രൂപം കൊടുക്കുവാൻ നായ്ക്കമ്പറമ്പിലച്ഛനെ കമ്മിറ്റിലച്ഛൻ നിയോഗിച്ചു. 1970-കളിൽ ഭാരതസഭയിൽ പ്രചാരത്തിലായി വന്നുകൊണ്ടിരുന്ന കരിസ്മാറ്റിക് ധ്യാന ശൈലിയുടെ നായകരിൽ ഒരാൾ കൂടിയായിരുന്നു അച്ഛൻ. കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ചെറിയ ഗ്രൂപ്പുകൾക്കായി ഒതുങ്ങിയാൽ പോരെന്നും അതുപോലെ പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ ക്രൈസ്തവർക്ക് മാത്രമായുള്ള രീതി മാറ്റണമെന്നും നായ്ക്കമ്പറമ്പിലച്ഛന് ശക്തമായ പ്രേരണയുണ്ടായി. ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള വിൻസേഷൻ സഭയുടെ കാരിസം ശരിയായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ കരിസ്മാറ്റിക് രീതികൾ കൂടി ഉപയോഗപ്പെടുത്തി പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് അച്ഛന്റെ പ്രാർത്ഥനകളിൽ ദൈവം വെളിപ്പെടുത്തി. ഈ വെളിപാടനുസരിച്ച് പോട്ടയിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. പ്രാർത്ഥിച്ചു കിട്ടുന്ന ദൈവിക സന്ദേശങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ശുശ്രൂഷ നടത്തുകയും ചെയ്യുന്ന രീതിയായിരുന്നു അച്ഛൻ്റെത്. ഈ രീതി ആർക്കും മനസ്സിലാകാത്ത കാലമുണ്ടായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ട് യേശു പുതിയ പരീക്ഷണങ്ങളെ വളർത്തി. നായ്ക്കമ്പറമ്പിലച്ഛൻ പോട്ടയിലെത്തിയതോടെ ഉപദേശം തേടി വരുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു. നായ്ക്കമ്പറമ്പിലച്ഛനിലൂടെ സന്ദേശം ലഭിച്ചതനുസരിച്ച് പോട്ടയിൽ ആരംഭിച്ച അനുദിന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ വലിയ ജനപ്രവാഹമായി. അച്ഛന് നാട്ടിൽ ബൈബിൾ കൺവെൻഷനുകൾക്കുള്ള ക്ഷണങ്ങളായി. മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി. മദ്യപാനവും പുകവലിയും പോലുള്ള ദുശീലങ്ങൾ മാറിയവർ ആയിരക്കണക്കായി. അച്ഛന്റെ പുതിയ ധ്യാന രീതിക്ക് കേരളത്തിലുടനീളം വലിയ സ്വീകാര്യത ലഭിച്ചു. മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ വിശ്വാസികളും അല്ലാത്തവരും ദൈവവചനത്തിനായി കാത്തിരുന്നു. ലഭ്യമാകുന്ന ഇടങ്ങളിലേക്ക് പ്രവഹിച്ചു. തുടങ്ങിയ സമയത്ത് തന്നെ തുടർച്ചയായി 52 ആഴ്ചകളിൽ കൺവെൻഷനുകൾ ദൈവമൊരുക്കി. ആദ്യകാല കൺവെൻഷനിലൊക്കെ തന്നെ കേരളത്തിലായിരുന്നു. അക്കാലത്ത് 40,000 ജനങ്ങൾ കൺവെൻഷനുകളിൽ എത്തിയത് വലിയൊരു മുന്നേറ്റമായിരുന്നു. അതേ കാലത്ത് തന്നെ കേരളത്തിൽ നിന്ന് പുറത്തേക്കും ധ്യാനത്തിനായി പോയി തുടങ്ങി. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അച്ഛൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ചെന്ന ഇടങ്ങളിലെല്ലാം ദൈവം അത്ഭുതങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഭോപ്പാലിൽ വെച്ച് നടന്ന ഒരു അത്ഭുതം അച്ഛൻ എല്ലായിടത്തും തന്നെ പങ്കുവെക്കാറുണ്ട്. അതിപ്രകാരമാണ്: ഭോപ്പാലിൽ 3000 പേരുടെ കൺവെൻഷൻ നടത്തുമ്പോൾ ആദ്യത്തെ 2 ദിവസം ധാരാളം രോഗശാന്തികൾ നടന്നു. 3-ാമത്തെ ദിവസം ഒരു തളർവാദ രോഗിയെ ആളുകൾ കൊണ്ടുവന്ന് കിടത്തിയിരുന്നു. അയാൾ ഒരു മുസ്ലിം സഹോദരനായിരുന്നു. അയാളുടെ ചേട്ടൻ ആദ്യത്തെ 2 ദിവസം വന്ന് വചനം കേട്ട് അത്ഭുതങ്ങൾ കണ്ട് തിരിച്ചുപോയ ആളാണ്. അതിനുശേഷം 18 വർഷങ്ങളായി തളർന്നു കിടക്കുന്ന അനുജനെ കൂട്ടിക്കൊണ്ടു വന്നതായിരുന്നു. രാവിലെ 9 മുതൽ സ്റ്റേജിന്റെ തൊട്ടു മുമ്പിലാണ് അയാളെ കിടത്തിയിരുന്നത്. 12 മണിക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള ആരാധന ആരംഭിച്ചു. ആ സമയത്ത് അത്ഭുതകരമായി തളർന്നു കിടന്നിരുന്ന ആൾ കൈയും കാലും ഇളക്കാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ അയാൾ എഴുന്നേറ്റ് ആളുകളുടെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദൈവം അയാളെ പൂർണ്ണമായി സുഖപ്പെടുത്തി. മുഹമ്മദ് റാഫി എന്നായിരുന്നു അയാളുടെ പേര്. ആ സംഭവം നാട്ടുകാർക്കിടയിൽ ഏറെ ചലനങ്ങൾ ഉണ്ടാക്കി. പോട്ടയിലെത്തുന്ന ജനത്തെ ഒരു തരത്തിലും അവിടെ ഉൾക്കൊള്ളാനാകാതെ വന്നപ്പോഴാണ് പുതിയ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഡിവൈൻ ആശുപത്രിയാണ് ദൈവം ഒരുക്കുന്നതായി കണ്ടത്. നായ്ക്കമ്പറമ്പിലച്ഛനും സമ്മതിച്ചു.
പലതരത്തിൽ ഇടപാടുകൾ മുടങ്ങിയപ്പോഴും നായിക്കമ്പറമ്പിലച്ഛൻ തീർത്തു പറഞ്ഞുകൊണ്ടിരുന്നു, ഡിവൈൻ നമുക്കാണ്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അത്ഭുതം മാത്രം തേടി വരുന്നവരെ അച്ഛൻ ശാസിക്കുക പോലും ചെയ്യാറുണ്ട്. പിൽക്കാലത്ത് അച്ഛനോടൊപ്പം ശുശ്രൂഷകയായ അൽഫോൻസ് മരിയ എന്ന കന്യാസ്ത്രീയുടെ സാക്ഷ്യം ഇങ്ങനെയാണ്. 1989 സംഭവം. ക്ലാരസ് സഭയുടെ പെരുമ്പാവൂർ മഠത്തിലെ 38-കാരിയായ അൽഫോൻസ് മരിയ എന്ന കന്യാസ്ത്രീക്ക് സെറിബ്രൽ കാൽസിഫിക്കേഷൻ എന്ന മാറാ രോഗമായിരുന്നു. എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗം. ഇടയ്ക്കിടെ ബോധക്കേടുണ്ടാകും, ഛർദിയും തലവേദനയും വരും. സിസ്റ്ററുമായി ഒരു ആംബുലൻസിൽ പിൽക്കാലത്ത് പ്രശസ്ത വചന പ്രഘോഷകയായ സിസ്റ്റർ തെരേസ് അടക്കം 9 പേർ പോട്ടയിലെത്തി. നായിക്കമ്പറമ്പിലച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, എന്റെ കയ്യിൽ രോഗശാന്തിയില്ല. ദൈവവചനം കേൾക്കുക, വചനം സുഖപ്പെടുത്തും. വചനം കേട്ട ശേഷം വൈകുന്നേരം വന്നതുപോലെ തന്നെ അവർ മടങ്ങി. രാത്രി സിസ്റ്റർ അൽഫോൻസ് മരിയ ഒരു സ്വരം കേട്ടു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. തൽക്ഷണം സിസ്റ്ററിന്റെ രോഗം മാറി. സിസ്റ്റർ പഴയതിനേക്കാൾ ആരോഗ്യവതിയായി. പിറ്റേന്ന് അധികാരികളുടെ അനുവാദത്തോടെ സിസ്റ്റർ അൽഫോൻസ് മരിയയും സിസ്റ്റർ തെരേസും കൂടി പോർട്ടയിലേക്ക് ബസ് കയറി. താമസിച്ചുള്ള ഒരാഴ്ചത്തെ ധ്യാനത്തിന്. മുൻ കേന്ദ്രമന്ത്രി AK ആന്റണിയുടെ പെങ്ങൾ മദർ ഇൻഫന്റ് ജീസസ് ആയിരുന്നു അക്കാലത്തെ പ്രൊവിൻഷ്യൽ. അൽഫോൻസ് മരിയയ്ക്ക് ലഭിച്ച അത്ഭുത സൗഖ്യം കണ്ട അധികാരികൾ സിസ്റ്റർ തെരേസിനോട് അച്ഛൻ നിർദ്ദേശിച്ചതുപോലെ 3 മാസം പോർട്ടയിൽ ശുശ്രൂഷ ചെയ്തുകൊള്ളാൻ അനുവദിച്ചു. സംഭവങ്ങൾ നിരവധിയുണ്ട്. ചാലക്കുടിയിലെ ഒരു കച്ചവടക്കാരനും കോൺഗ്രസ് നേതാവുമായിരുന്നു ചുള്ളിയാടൻ ജോർജ്. അദ്ദേഹത്തിന്റെ മകൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി. പല ആശുപത്രികളിലും പോയി, ഒരു മാറ്റവുമില്ല. അവസാനം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനെ കാണാനെത്തി. വിവരമെല്ലാം കേട്ട അച്ഛൻ പറഞ്ഞു, ജോർജിനെ ദൈവം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയാണ്. മദ്യപാനം നിർത്തി അതിന് തയ്യാറായാൽ ഞാൻ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കാം. മകളുടെ സൗഖ്യത്തിന് എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ജോർജ്. എങ്കിൽ മുട്ടിൽ നിൽക്കുക, അച്ഛൻ പറഞ്ഞു. ജോർജ് മുട്ടിൽ നിന്നു. അച്ഛൻ ജോർജിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കിടെ മകളുടെ കോടിപ്പോയ മുഖം നേരെയായി. എല്ലാവരും കണ്ടു. ജോർജ് കുടി നിർത്തി പോർട്ടയിലെ ശുശ്രൂഷകനായി. അച്ഛനോടൊപ്പം 40 വർഷം ശുശ്രൂഷയിൽ സഹകാരിയായ അഡ്വക്കേറ്റ് AM മാത്യു നൽകിയ ഒരു സാക്ഷ്യം ഇങ്ങനെ. ഏതോ വിദേശ രാജ്യത്ത് അച്ഛനും ടീമംഗങ്ങളും ധ്യാനം നടത്തുകയാണ്. രാത്രിയിലെ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും അവരുടെ മുറികളിലേക്ക് മടങ്ങി. മുറിയിലെത്തി കുറെ കഴിഞ്ഞപ്പോഴാണ് രാത്രി കുടിക്കാൻ വെള്ളം കരുതിയില്ലല്ലോ എന്ന് സാർ ഓർമ്മിച്ചത്. വെള്ളം എവിടെ കിട്ടുമെന്നറിയില്ല. അച്ഛന്റെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങാം എന്ന് കരുതി മുറിയിലേക്ക് ചെന്നു. വാതിലടച്ചിരുന്നു. അകത്തു നിന്നും തേങ്ങിയുള്ള കരച്ചിൽ കേൾക്കാം. സാർ വാതിലിൽ മുട്ടി. അച്ഛൻ ഓടി വന്ന് വാതിൽ തുറന്നു. അച്ഛനാണോ കരഞ്ഞത്? സാർ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ. ഇന്നത്തെ ശുശ്രൂഷകളിൽ നമുക്കുണ്ടായിരിക്കാവുന്ന വീഴ്ചകളെ കുറിച്ച് പറഞ്ഞ് കർത്താവിനോട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ശുശ്രൂഷകൾക്ക് ശേഷം അച്ഛൻ ഇങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഡിവൈന്റെ മഹാഗുരുവായ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ദൈവവചനത്തിന്റെ സാന്ത്വനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ജോർജ് പനിക്കലച്ചൻ മുതൽ വിൻസേഷൻ സഭയിലെ മിക്കവാറും എല്ലാ വചന പ്രഘോഷകരുടെയും അട്ടപ്പാടി സെഹിയോൻ മിനിസ്ട്രിയുടെ വട്ടായലച്ചനും തിരുവനന്തപുരത്തെ ഡാനിയലച്ചനും എല്ലാം ഗുരുവായി കണക്കാക്കുന്ന മഹാഗുരുവാണ് നായിക്കമ്പറമ്പിലച്ചൻ. പനിക്കലച്ചനിൽ നായിക്കമ്പറമ്പിലച്ചനുമായുള്ള അടുപ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. മാത്യു അച്ഛനിൽ ഒരു വഴികാട്ടിയെ കണ്ടു. 1984 റോമിൽ നടന്ന വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതു മുതൽ നായിക്കമ്പറമ്പിലച്ചൻ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഹോസ്റ്റലിൽ വൈദികർക്ക് വേണ്ടി ധ്യാനം തുടങ്ങി. ഒരു ധ്യാനത്തിൽ പനക്കലച്ചനും പങ്കെടുത്തു. മാത്യു അച്ഛന്റെ അടുത്ത് തന്നെ കൗൺസിലിംഗ് നടത്തി. അതോടെ അച്ഛൻ കൂടുതൽ തീക്ഷ്ണതയുള്ള വചന പ്രഘോഷകനായി. അന്ന് വരെ മദ്യപാനം പോലുള്ള തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ സാധ്യമല്ല എന്നാണ് പനിക്കലച്ചൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ വചനത്തിന്റെ വിടുതൽ ശക്തി അനുഭവിച്ചതോടെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ബോധ്യമായി. ഒരു ദിവസം രാവിലെ ദൈവം നൽകിയ പുത്തൻ ആവരണമായിരുന്നില്ല അദ്ദേഹത്തിന് പ്രവചനപരം. 1966 കിട്ടിയ ദൈവാനുഭവത്തിന് ശേഷം കഠിനമായി വിശ്വാസ പീഡകളടക്കം മനുഷ്യ ജീവിതത്തിലെ മിക്കവാറും എല്ലാ പരീക്ഷണങ്ങളിലൂടെയും
കടത്തിക്കൊണ്ടുപോയ ശേഷമാണ് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ അവിരാമമായ പ്രാർത്ഥനാ ജീവിതവും അഭിഷേക നിറവിന്റെ മുഖ്യ സ്രോതസ്സാണെന്ന് നിസ്സംശയം പറയാം. മാത്യു 11 അച്ഛൻ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അച്ഛനോടൊപ്പം ശുശ്രൂഷ നടത്തുകയായിരുന്ന ഒരു ദിവസം രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കിടന്ന ശേഷം നല്ല ഉറക്കത്തിനിടെ എഴുന്നേറ്റപ്പോൾ അടുത്ത കട്ടിലിൽ കിടന്ന നായ്ക്കമ്പറമ്പിൽ അച്ഛൻ കട്ടിലിനടുത്ത് മുട്ടിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം തിരിച്ചറിയാതെ അച്ഛൻ ഒരു തീരുമാനവും എടുക്കില്ല. ചില അവസരങ്ങളിൽ ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുവാൻ മാസങ്ങളോളം നീണ്ടുനിന്ന പ്രാർത്ഥന വേണ്ടി വന്നിട്ടുണ്ട്. ആദ്യമായി അമേരിക്കയിലേക്ക് പോകുന്നത് സംബന്ധിച്ച ക്ഷണവും അനുവാദവും കിട്ടിയ കാലം. ദൈവം അത് ആഗ്രഹിക്കുന്നുവോ എന്നറിയാൻ അച്ഛനും സംഘവും തീക്ഷ്ണമായി പ്രാർത്ഥനയിലായി. ഒരു ദിവസം വല്ലാത്ത പരിഭവം പോലെ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഒരു മാസമായി ഞങ്ങൾ അവിടുത്തെ ഹിതം തേടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്തേ നിശബ്ദനായിരിക്കുന്നു? ആ പ്രാർത്ഥന കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ, ഒരു മാസമായിട്ടും അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ ഹിതം വെളിപ്പെടുത്താത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവെ ഞങ്ങൾ ഇത്രയും ദിവസം ഇത്രയും തീക്ഷ്ണതയോടെ അവിടുത്തെ സന്നിധിയിൽ ഒത്തുകൂടിയത്. അതാണ് എന്നും നായ്ക്കമ്പറമ്പിൽ അച്ഛൻ. ദൈവസന്നിധിയിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മനസ്സോടെ ദൈവത്തിന്റെ മൗനത്തിനും നന്ദി പറയുന്ന വ്യക്തിത്വം. മലയാളി ക്രിസ്ത്യാനികളെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഉറവിടങ്ങളിലൊന്ന് പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങളാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒരാളായിരുന്നു ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ. നായ്ക്കമ്പറമ്പിൽ അച്ഛന്റെ ധ്യാനങ്ങൾ ജനങ്ങളെ വചനത്തിലേക്കും അതുവഴി ഈശോയിലേക്കും അടുപ്പിച്ചു. 5 വൻകരകളിലും വചനം പ്രസംഗിച്ചയാൾ, അനേക ലക്ഷം ജനങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചയാൾ, കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ ലോക സുവിശേഷവൽക്കരണ പ്രസ്ഥാനം ആരംഭിച്ചയാൾ, ആദിമ സഭയിലെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം ഉപകരണമാക്കിയയാൾ, അനേകായിരം വൈദിക സന്യസ്ത ദൈവവിളികൾക്ക് കാരണമായ തീക്ഷ്ണമതിയായ വിൻസേഷ്യൻ വൈദികൻ. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് തന്റെ പ്രത്യേക ദൈവവിളിയായി തിരിച്ചറിഞ്ഞ് എല്ലാ ദിനവും കുറഞ്ഞത് 3 മണിക്കൂറുകളെങ്കിലും അതിനായി ചെലവഴിക്കുന്ന ആത്മീയ ആചാര്യൻ. ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ നവലോകം വിരിയിച്ച പ്രഘോഷകൻ. അങ്ങനെയുള്ള ഏറെ വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഇന്ത്യയിൽ മാത്രം സുവിശേഷ പ്രഘോഷണം ഒതുക്കിയ വ്യക്തിയായിരുന്നില്ല നായ്ക്കമ്പറമ്പിൽ അച്ഛൻ. 5 ഭൂഖണ്ഡങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആദ്യം പോയത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ദുബായ്, ഒമാൻ, ഷാർജ, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ ഇടങ്ങളിൽ വചനം പങ്കുവച്ചു. അവിടങ്ങളിൽ മിക്കവാറും വീടുകളായിരുന്നു പ്രഘോഷണ കേന്ദ്രങ്ങൾ. പിന്നീട് നേപ്പാളിൽ വചനവുമായി ചെന്നെത്തി. അന്ന് അവിടെ വചനം പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്നതിനാൽ ഒളിച്ചാണ് അവിടെ ധ്യാനിപ്പിച്ചതെന്ന് പറയാം. പിന്നീട് അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ, ഇറ്റലി, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലൻഡ്, കാനഡ, മെക്സിക്കോ, പെറു, അർജന്റീന, ബൊളീവിയ, സിംബാബ്വെ, ടാൻസാനിയ, മലാവി, കെനിയ, ഉഗാണ്ട, സ്വീഡൻ, യുക്രൈൻ, റഷ്യ, ബെലാറൂസ് തുടങ്ങി 69 രാജ്യങ്ങളിൽ ധ്യാനിപ്പിക്കാനായി അദ്ദേഹം പോയിട്ടുണ്ട്. ഇവിടങ്ങളിലും വചനം പറയുക മാത്രമായിരുന്നില്ല, ദൈവം അടയാളങ്ങൾ നൽകുക കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം അച്ഛൻ സുവിശേഷം പ്രഘോഷിച്ചത് അവിടുത്തെ മലയാളികളോട് മാത്രമല്ലായിരുന്നു. ഓരോ രാജ്യത്തെയും തദ്ദേശീയരോടാണ് അച്ഛന്റെ പ്രസംഗം. വിവർത്തനം ചെയ്ത് സഹായിക്കാൻ നിരവധി ആളുകൾ ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇത്രയധികം വർഷങ്ങളായി ഇത്രയധികം രാജ്യങ്ങളിൽ ഏകദേശം എത്ര ജനങ്ങളോട് അച്ഛൻ ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും? പെന്തക്കുസ്ത പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ കത്തോലിക്കരെ പല രീതിയിലും സ്വാധീനിച്ച് അവരിലേക്ക് ആകർഷിച്ചു കൊണ്ടിരുന്ന കാലത്ത് അണക്കെട്ട് പോലെ ആ പ്രവാഹത്തെ തടഞ്ഞ കർത്താവിന്റെ പ്രവാചകൻ കൂടിയാണ് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ. റീത്ത് വ്യത്യാസം കൂടാതെ വചനത്തിലൂടെയും കൂദാശകളിലൂടെയും എല്ലാ വിഭാഗക്കാരെയും അദ്ദേഹം ക്രിസ്തുവിൽ ഒന്നിപ്പിച്ചു. കേരളത്തിന്റെ ആത്മീയ തലസ്ഥാനം പോലെയാണ് പോട്ടയും ഡിവൈനും അക്കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. അച്ഛന്റെയും മറ്റു വൈദികരുടെയും വചന പ്രഘോഷണം കത്തോലിക്ക സഭയിൽ നിന്നും മറ്റ് പ്രസ്ഥാനങ്ങളിലേക്കുമുള്ള ആളുകളുടെ ഒഴുക്ക് കുറച്ചു എന്നത് ഒരു വശം മാത്രമാണ്. മറുവശത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് വരാനിടയായി എന്നതും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. എത്രയോ ലക്ഷം ജനങ്ങളാണ് അച്ഛന്റെ പ്രസംഗങ്ങളാലും പ്രവർത്തനങ്ങളാലും കത്തോലിക്ക സഭയിൽ വന്നു ചേർന്നിരിക്കുന്നത്. ആ ഒരു ക്രെഡിറ്റ്
കേരള കത്തോലിക്ക സഭയിലെ മറ്റൊരാൾക്കും അവകാശപ്പെടാനാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരിക്കലും താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വലുതായോ പുകഴ്ത്തിയോ സംസാരിക്കാറില്ല. പറയുന്നതെല്ലാം ദൈവം പ്രവർത്തിച്ചു, ദൈവം ചെയ്യാൻ പറഞ്ഞു, ദൈവം ചെയ്യിപ്പിച്ചു എന്ന് മാത്രമാണ്. തന്നെ ശ്രവിക്കാൻ വരുന്ന ആളുകളോട് അടയാളങ്ങളിലൂടെ സുവിശേഷം പറയുന്നു. അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരം സംഭവിക്കുന്നു. അത് മാമോദീസയിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ക്രിസ്തുവിനെ അറിയിച്ച ആളുകളിൽ ഒരാൾ നായ്ക്കമ്പറമ്പിൽ അച്ഛനായിരിക്കും. ലോക സുവിശേഷവൽക്കരണം എന്ന ദൗത്യത്തിനായാണല്ലോ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2015 റോമിൽ വെച്ച് നടന്ന വൈദികരുടെ ധ്യാനത്തിൽ 15 മിനിറ്റുകളിലധികം വചനവും അനുഭവവും പങ്കുവയ്ക്കാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയൊരു സംഭവമായി അച്ഛൻ കരുതുന്നു. 93 രാജ്യങ്ങളിൽ നിന്നായി 1200 വൈദികർ പങ്കെടുത്ത ധ്യാനമായിരുന്നു അത്. റോമിൽ വെച്ച് നടന്ന വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ദക്ഷിണ കൊറിയൻ വൈദികൻ ഫാദർ പീറ്ററാണ് അവിടേക്ക് വചനം പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. അവിടെ 10,000 പേരുടെ കൺവെൻഷനിൽ നേതൃത്വം നൽകാൻ ദൈവം അച്ഛനെ അനുവദിച്ചു. ഉത്തര കൊറിയയുടെ ആക്രമണം ഭയന്ന് ദക്ഷിണ കൊറിയക്കാർ കഴിയുന്ന സമയമായിരുന്നു അത്. ഇനിയൊരു യുദ്ധം താങ്ങാൻ അവർക്ക് ശക്തിയില്ല. മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു അച്ഛന്റെ പരിഹാര മാർഗം. ഉത്തര കൊറിയയിലെ ജനങ്ങളെയും നേതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ താൻ ധ്യാനിപ്പിച്ച കൊറിയക്കാരെ ആഹ്വാനം ചെയ്തു. അവരത് കേട്ടു, പ്രാർത്ഥന ആരംഭിച്ചു. അച്ഛനും എന്നും അതേ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു. കൊറിയയ്ക്ക് ശേഷം ചൈനയിൽ പോകാനായിരുന്നു പദ്ധതി. പക്ഷെ പൂർണ്ണമായും സാധിച്ചില്ല. ചൈനയിലെ 2 പ്രത്യേക ഭരണ മേഖലകളിൽ ഒന്നായ മക്കാവിൽ ചെല്ലാനും അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനും അച്ഛന് സാധിച്ചു. അച്ഛന്റെ ഇപ്പോഴത്തെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ചൈനയിലെ പീഡിപ്പിക്കപ്പെടുന്ന സഭയും അവിടുത്തെ ഭരണകൂടവും നിറഞ്ഞു നിൽക്കുന്നു. ഒരു വിശുദ്ധമായ സന്യാസ പൗരോഹിത്യ ജീവിതമാണ് അച്ഛൻ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വചന പ്രഘോഷണവും അനുദിനം മണിക്കൂറുകൾ നീളുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും പാവങ്ങളോടുള്ള കരുതലും അദ്ദേഹത്തിലൂടെ നടന്ന അത്ഭുതങ്ങളും അതിന് തെളിവാണ്. നായ്ക്കമ്പറമ്പിലച്ഛൻ നേതൃത്വം നൽകിയ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ, സഭയ്ക്ക് നൽകിയ സംഭാവനകൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഞായറാഴ്ച കുർബാനകളിൽ മാത്രം ഒതുങ്ങുന്ന വിശ്വാസ അനുഷ്ഠാനങ്ങളിൽ നിന്നും നിരന്തര പ്രാർത്ഥനകളും കൂദാശ അനുഷ്ഠാനങ്ങളും കേരള സഭയിൽ കൊണ്ടുവന്നതും പരിശുദ്ധാത്മ നിറവിന്റെ പ്രകടനങ്ങൾ സഭയ്ക്ക് വെളിവാക്കിയതും ബൈബിൾ വായനകൾ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയതും മിഷണറി പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് സാധാരണക്കാരിലേക്ക് എത്തിച്ചതും അനേകം കുടുംബങ്ങളെ മദ്യപാനത്തിന്റെയും മറ്റു ദുശീലങ്ങളുടെയും പിടിയിൽ നിന്ന് കരകയറ്റിയതും അവയിൽ ചിലത് മാത്രം. കർത്താവിന്റെ ശുശ്രൂഷകർ കുറവുള്ള മനുഷ്യന്മാരാണെന്ന സത്യം അംഗീകരിച്ചേ പറ്റൂ. പൂർണ്ണത ദൈവത്തിൽ മാത്രമാണ്. ആ പൂർണ്ണതയിൽ എത്തിച്ചേരാനുള്ള യാത്രയിൽ ചൂണ്ട് പലകകളായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയദാസന്മാരെ തേജോവധം ചെയ്ത് ദൈവരാജ്യ വിസ്തൃതിയെ തടസ്സപ്പെടുത്തുന്ന ഘോര പാപം നമ്മുടെ മേൽ ആരോപിക്കപ്പെടാൻ ഇടവരാതിരിക്കട്ടെ. സ്വന്തം കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ കർത്താവിന്റെ അഭിഷിക്തരുടെ കണ്ണിലെ കരടിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാതിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവിന്റെ ശുശ്രൂഷകർക്ക് സ്വർഗം നൽകുന്ന മാന്യത വളരെ വലുതാണ്. അവരെ വിധിക്കുവാൻ ഞാനും നിങ്ങളും അർഹരല്ല എന്ന് ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു.